ഹായ് ഫ്രണ്ട്സ്, ഇതൊരു ഇലക്ഷൻ കാലമാണ്. ഇലക്ഷൻ വരുമ്പോൾ തന്നെ എല്ലാവർക്കും സംശയമാണ്, ആർക്ക് വോട്ട് കൊടുക്കണം. വോട്ട് ശരിയായി അല്ല കൊടുക്കുന്നതെങ്കിൽ അത് നമുക്ക് തന്നെ വിനയാകുന്നതാണ്. അതുകൊണ്ട് ശരിയായ രീതിക്ക് തന്നെ വോട്ട് കൊടുക്കണം. ഈ ഒരു വീഡിയോ ഇതൊരു വെറൈറ്റി വീഡിയോ ആണ്. നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ആർക്കൊക്കെ വോട്ട് കൊടുക്കാം, അത് എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം, സമയം കളയണ്ട, വരൂ. ആദ്യം തന്നെ പറയേണ്ട കാര്യം, നമ്മൾ വോട്ട് കുത്താൻ പോകുന്നതിന് മുൻപ് അത് അടുത്തുള്ള സെന്ററിലായിരിക്കാം, സ്കൂളിലായിരിക്കാം, അടുത്തുള്ള ഏതെങ്കിലും ഓഫീസിലുമായിരിക്കാം. വോട്ട് ചെയ്യുവാനായി പോകുന്ന സമയത്ത് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്, നമ്മൾ എന്തിനാണ് വോട്ട് നൽകുന്നത്? 5 വർഷം ഭരിക്കുന്നവർ നമ്മൾ വോട്ട് നൽകുന്നത് കൊണ്ട് മാത്രമാണ് വിജയിക്കുന്നത്. അങ്ങനെ വിജയിക്കുന്ന ഈ സ്ഥാനാർത്ഥികൾ, അവർ നമുക്ക് എന്താണ് തിരിച്ചു നൽകുന്നത്? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മാത്രമല്ല ഞാൻ പറയുന്നത്, തദ്ദേശ തല തെരഞ്ഞെടുപ്പ് മാത്രമല്ല, കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ആയിട്ടുള്ള മറ്റ് പല തിരഞ്ഞെടുപ്പുകളിലും ഇതുപോലെ തന്നെയാണ്. അവർ വോട്ട് ചോദിക്കുവാനായി വീട്ടിലേക്ക് കയറി വരും. ജോലിക്ക് പോയില്ലായിരുന്നോ? ഓ, ആകെ ക്ഷീണിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞാവും വോട്ട് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും അവർക്ക് നമ്മെ നല്ല രീതിക്ക് അറിയാമെന്ന്. നമ്മെ ഒട്ടും അറിയില്ല. വരുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ ഈ ജോത്സ്യൻ കൈ നോക്കി എന്തെങ്കിലും പറയുമ്പോൾ ചില സൈക്കോളജിയും സയൻസും ഉള്ളത് കൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതേ രീതിയിൽ ഒരു മെന്റലിസം എന്ന രീതിയിൽ ട്രെയിനിങ് നടത്തിയിട്ടാണ് ഇവരൊക്കെ വീട്ടിൽ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവർക്ക് പോയി വോട്ട് കൊടുക്കുന്നത്. അപ്പോൾ പറയും, എല്ലാ പാർട്ടിക്കാരും ഇതേ രീതിക്ക് തന്നെയല്ലേ സംസാരിക്കുന്നത്, പിന്നെ എങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് അവർക്ക് വോട്ട് കൊടുക്കുന്നു എന്നൊക്കെ ചോദിക്കും. അതെങ്ങനെയെന്ന് പറഞ്ഞുതരാം. എല്ലാ പാർട്ടിക്കാരും ഇതേ രീതിക്ക് തന്നെയാണ് സംസാരിക്കുന്നത്. ചില പാർട്ടിക്കാർ വീട്ടിൽ വരുമ്പോൾ സ്വന്തം വീട് എന്ന പോലെ നേരെ കയറി അകത്തേക്ക് വരികയും അടുക്കളയിൽ വന്ന് ആഹാരം എടുത്ത് കഴിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ അവർ നമ്മുടെ അടുത്ത ആളാണ്, അവർ ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടിത്തരും. ഇന്നത്തെ കാലത്ത് പഞ്ചായത്തിൽ നിന്ന് ഒരു കോഴിയെ പോലും കിട്ടി ആർക്കും ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. പിന്നെയല്ലേ, ഒരു വീടില്ലാത്ത എത്ര ആൾക്കാർ നമ്മുടെ പഞ്ചായത്തിലുണ്ടെന്ന് അറിയാമോ? ഒരാൾക്ക് പോലും നല്ലൊരു വീട് കിട്ടിയിട്ടില്ല. അതിൽ 1-2 പേർക്ക് വീട് കിട്ടിയിട്ടുണ്ട്, അതെങ്ങനെയാണെന്നും അറിയാം. പക്ഷെ നല്ല രീതിയിൽ ജീവിക്കുന്ന പാവപ്പെട്ട എന്ന വാക്ക് ഇവിടെ ഉപയോഗിക്കാൻ കാരണം, ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ജീവിക്കുന്ന ധാരാളം പേരുണ്ട്. അതിൽ മഴ പെയ്യുമ്പോൾ ചോർന്നൊലിക്കുന്ന വീടുമായി ജീവിക്കുന്നവരാണ് കൂടുതൽ. അപ്പോൾ നിങ്ങൾ വോട്ട് നൽകുവാനായി പോകുന്നതിന് മുൻപ്, വോട്ട് കുത്തുവാനായി കൈയെടുക്കുന്നതിന് മുൻപ്, അതിൽ സ്വിച്ചിൽ അമർത്താൻ പോകുന്നതിന് മുൻപ് ഇത് ആലോചിക്കുക. ഈ നമ്മെ പോലുള്ള സാധാരണക്കാർക്ക് ആരെ കൊണ്ടാണ് പ്രയോജനം? അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വിരൽ അമർത്തി വോട്ട് കുത്തുക. അല്ലാതെ ഒരു കാരണവശാലും ആർക്കും വോട്ട് നൽകരുത്. അത് നമുക്ക് തന്നെ വിനയാകും. അവർ വിചാരിക്കും നമ്മൾ പൊട്ടന്മാരാണ്, മണ്ടന്മാരാണെന്ന്. ശരിക്കും നമ്മളല്ലേ രാജാക്കന്മാർ? അവരെ കാണുമ്പോൾ നമ്മളല്ല, നമ്മളെ കാണുമ്പോൾ അവരാണ് എഴുന്നേറ്റ് നിൽക്കേണ്ടത്. അവരെ കാണുമ്പോൾ നമ്മൾ തന്നെ സാഷ്ടാംഗം പ്രണമിക്കുന്നു. ഇത് എന്ത് ജനാധിപത്യമാണ്? ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുത്ത ഇത്തരം ആൾക്കാർ അവർ കാറിലുമൊക്കെയായി സഞ്ചരിക്കുമ്പോൾ രാജാക്കന്മാരായ നമ്മൾ ജനങ്ങൾ റോട്ടിലൂടെയും ബസ്സിലൂടെയും ഒക്കെയാണ് സഞ്ചരിക്കുന്നത്. നമ്മുടെ അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. വോട്ട് ചോദിച്ചു വരുന്നവരോട് ഒന്നും പറയാൻ നിൽക്കേണ്ട. അവർ നമുക്ക് ധാരാളം വാഗ്ദാനങ്ങൾ നൽകുന്നത് പോലെ അവർക്കും വാഗ്ദാനം നൽകുക. നിങ്ങൾക്ക് തന്നെ ഞങ്ങൾ വോട്ട് ചെയ്യും, നിങ്ങൾ ഞങ്ങളുടെ പാർട്ടിക്കാരല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ആൾക്കാരല്ലേ, നിങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യും എന്ന് പറഞ്ഞു വിട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ആർക്ക് കൊടുത്താൽ ഈ വന്നമാർക്ക് കൊടുക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വോട്ട് കൊടുക്കുക. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ശരിയായ രീതിയിൽ വോട്ട് കുത്തുക. അത് നിങ്ങളുടെ സമ്മതിദാന അവകാശമാണ്. അത് ഒരിക്കലും വേസ്റ്റ് ആക്കരുത്. നിങ്ങളുടെ ഒരു വോട്ട് കൊണ്ട് ധാരാളം പേർക്ക് ദുരന്തമാണ് സംഭവിക്കുന്നതെങ്കിൽ ആ ഒരു വോട്ട് കൊണ്ട് എന്താണ് ഉപയോഗം? അതുകൊണ്ട് ശരിയായ രീതിയിൽ വോട്ട് ചെയ്യുക. എല്ലാവർക്കും നന്മ നേരും.